സൺഡേ ആയിട്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? 2 ലെഗ് ക്വാർട്ടർ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടങ്ങ് വരഞ്ഞു കൊടുക്കുക. 2 ലെഗ് ക്വാർട്ടർ എന്ന് പറയുമ്പം വലിയ ചിക്കനാണ്, 1 കിലോയ്ക്ക് മുകളിലുണ്ട്. എന്നിട്ട് ഒന്ന് പീസുകളാക്കി കൊടുക്കാം. മസാല പുരട്ടാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇടാമല്ലോ. സ്കിന്നൊന്നും കളയാത്ത ചിക്കനാണ്. സ്കിന്ന് കളയേണ്ടവർക്ക് കളഞ്ഞിട്ട് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. അവിടെ ഗാർലിക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കുറച്ച് ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഒരു 2 സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഓവൻ്റെ ഗ്രില്ലിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് 180 ഡിഗ്രി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്ക് വയ്ക്കുക. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതുപോലെ ആയി കിട്ടും. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, കാണാനും അടിപൊളിയായിട്ടുണ്ട്. ബിരിയാണി അരി വേവിക്കാനായിട്ട് സ്പൈസസ് എല്ലാം വെള്ളത്തിലേക്കിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി വച്ചേക്കുന്ന അരി 10 മിനിറ്റ് കുതിർത്ത അരി ഇട്ട് കൊടുക്കുക. അരി 12 മിനിറ്റ് വേവിച്ച് ഇതുപോലെ ഊറ്റിയെടുക്കുക. ഒരു പാത്രത്തിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് സവാള വഴറ്റി, പച്ചമുളക്, ചിക്കനിൽ നമ്മൾ ആദ്യം പുരട്ടിയ എല്ലാ മസാലകളും കൂടി ചേർത്ത് വഴറ്റിയിടുക. നല്ലോണം വഴന്നു വന്നു കഴിയുമ്പോൾ 1 കപ്പ് വെള്ളമൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മുന്തിരിയും കശുവണ്ടി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ അത് വറുത്തെടുക്കുക. സെയിം ഓയിലിൽ നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. തീ കത്തിച്ചിട്ടില്ല. അതിന് മുകളിലായിട്ട് നമുക്കൊരു ലെയർ ബോയിൽ ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കശുവണ്ടി, കിസ്മിസ്, സവാള വറുത്തത്, പിന്നെ നമുക്ക് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാള വറുത്തതും ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടിയിലുള്ള ചിക്കനൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെ തന്നെയുണ്ട്.